ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ നിധി ഗുണഭോക്താക്കളും പദ്ധതിയിൽ ഇല്ലാത്ത കർഷകരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, PM കിസാൻ നിധി ഗുണഭോക്താക്കൾ ഉൾപ്പെടെ കർഷകരെല്ലാം കേന്ദ്രത്തിന്റെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID എടുക്കണമെന്ന് അറിയിപ്പുകളൊക്കെ നേരത്തെ തന്നെ എത്തിയിരുന്നു. കൃഷിഭവനുകളിൽ എത്തിയാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നിരുന്നത്. അതിനാൽ തന്നെ കൃഷിഭവനുകളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രി എൻറോൾമെന്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും. ഇതോടെ കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രി എൻറോൾമെന്റ് നടത്താം. കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം 6000 രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ 31 മുമ്പായി എൻറോൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം. കൃഷിഭവനുകളിൽ മാത്രമാണ് നിലവിൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. ഇതോടെ കൃഷിഭവനുകളിൽ തിരക്ക് വർദ്ധിക്കുകയും അവിടുത്തെ മറ്റു ജോലികൾക്ക് തടസ്സം നേരിടുകയും ചെയ്തതോടെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഇതിനായി ഇവിടങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകും. കൃഷിഭവനുകളിൽ സേവനം സൗജന്യമായിരുന്നുവെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരും. ആധാർ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ, ഭൂനികുതി അടച്ച രസീത് എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രി. ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. മാത്രമല്ല, കേന്ദ്രത്തിന്റെ സബ്സിഡികളും ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ തന്നെ കർഷകർക്ക് ലഭിക്കും. അതിനാൽ തന്നെ കർഷക രജിസ്ട്രിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, കർഷകർക്ക് നേരിട്ടുള്ള വരുമാന പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. PM കിസാൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വീതം നൽകും. 4 മാസത്തെ ഇടവേളകളിൽ 2000 രൂപ വീതം 3 തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. ഈ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇതിനോടകം തന്നെ 19 ഗഡുക്കൾ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, PM കിസാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയായി മാറിയിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധി ഫണ്ടുകളുടെ റിലീസിനായി കാത്തിരിക്കുന്ന കർഷകർക്കായി പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 20ാമത്തെ ഗഡു ജൂണിൽ വിതരണം ചെയ്യാൻ പോവുകയാണ്. ഈ മാസം കർഷകരുടെ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഈ വർഷം ഫെബ്രുവരിയിലാണ് 19ാം ഗഡു പുറത്തിറക്കിയത്. PM കിസാന്റെ 20ാം ഗഡു ലഭിക്കണമെങ്കിൽ കർഷകർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് KYC പൂർത്തിയാക്കണം, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം, ഭൂമി രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കണം എന്നിവയാണ് അവ. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.pmkisan.gov.in പോയി eKYC ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. ഇതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അയക്കും. അത് നൽകി eKYC പൂർത്തിയാക്കാം. ഇനി പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. അതായത് പേയ്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ pmkisan.gov.in പോർട്ടൽ തുറന്ന് നോ യുവർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്ട്രേഷൻ നമ്പർ നൽകി ക്യാപ്ച കോഡ് നൽകുക. രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ വിശദാംശങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയുക എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഗെറ്റ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഒരു OTP ലഭിക്കും. ആ നമ്പർ നൽകുക. ഇതിനുശേഷം നിങ്ങളുടെ ഗുണഭോക്തൃ നില സ്ക്രീനിൽ ദൃശ്യമാകും. പണം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ eKYC ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ കർഷകർ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. PM കിസാന്റെ ഗഡുക്കൾ മുടങ്ങാതെ ലഭിക്കാൻ ഇക്കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.